പാലക്കാട് നഗരസഭയിൽ മാങ്കൂട്ടം സഖ്യമാണ് വരാൻ പോകുന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന ട്രഷററും നഗരസഭയിലെ വൈസ് ചെയർമാനുമായിരുന്ന ഇ. കൃഷ്ണദാസ്. മതേതര സഖ്യം വന്നാൽ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുമെന്നും ഇ. കൃഷ്ണദാസ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. പാലക്കാട് നഗരസഭ ആര് ഭരിക്കും? കേവല ഭൂരിപക്ഷമില്ലാത്ത ഈ നഗരസഭയായി ഇപ്പോൾ പാലക്കാട് നിൽക്കുകയാണ്. ഈ ബി.ജെ.പിയുടെ നേതാവ് സംസ്ഥാന ട്രഷറർ ഇ. കൃഷ്ണദാസ് എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെ 25 പേരാണ് കൗൺസിലർമാരായി ഉള്ളത്. ബി.ജെ.പി. പാലക്കാട് നഗരം 3ാം തവണയും ഭരിക്കുമോ? അല്ല, അതിനി വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ നമുക്ക് സാധിക്കില്ല. 21-നാണ് സത്യപ്രതിജ്ഞ. കൗൺസിലർമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 21-ാം തീയതിയാണ്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാം ആരാണ് ഭരിക്കാൻ പോകുന്നതെന്നൊക്കെ. സ്വാഭാവികമായിട്ടും അംഗങ്ങൾ തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നാലല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ആര് ഭരിക്കുന്നില്ല. ബി.ജെ.പി. സ്വാഭാവികമായിട്ടും 53 സീറ്റുകളിൽ 25 സീറ്റ് വിജയിച്ച ബി.ജെ.പിക്കാണ് ജനം കൂടുതൽ സീറ്റ് നൽകിയിരിക്കുന്നത്. ജനാഭിലാഷം എന്ന് പറയുന്നത് ബി.ജെ.പിക്ക് അനുകൂലമാണ്. ഇനി അത് അട്ടിമറിക്കാൻ എല്ലാവരും കൂടി ഒരുമ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ഈ കാണാൻ പോകുന്ന പൂരം നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്, റഷീദ്. ഈ റഷീദ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ ഈ LDF-ൻ്റെയും UDF-ൻ്റെയും കൗൺസിലർമാർ അവരെ പിന്തുണച്ചാൽ സ്വാഭാവികമായിട്ട് ഈ എണ്ണം കുറവുള്ളതുകൊണ്ട് ബി.ജെ.പി. പരാജയപ്പെടും. അങ്ങനൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? മതേതര മുന്നണിയല്ലേ, മതേതര മുന്നണി എന്ന് പറഞ്ഞ് ഇപ്പോൾ പല വാർത്തകളും വരുന്നുണ്ട്. അപ്പം ഞാൻ അത് മതേതര മുന്നണി എന്ന് പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് സത്യത്തിലൊരു മാങ്കൂട്ട മുന്നണി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് എന്തുകൊണ്ട് ഈ 3 മാസക്കാലം അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതിൻ്റെ ചിത്രം ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മതേതര മുന്നണി എന്ന് പറയുന്നത്, ഇൻവെർട്ടഡ് കോമാസിലുള്ള ഈ മതേതര മുന്നണി എന്ന് പറയുന്നതിൽ അതിൽ വെൽഫെയർ പാർട്ടിയുണ്ട്, SDPI ഉണ്ട്, അതേപോലെ തന്നെ അല്ല അവരുടെയൊക്കെ വോട്ടൊക്കെ പലയിടത്തും വാങ്ങിച്ചിട്ടുണ്ടല്ലോ. SDPI, വെൽഫെയർ പാർട്ടി, അതുപോലെ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള തീവ്രവാദി ശക്തികളുടെ അടക്കമുള്ള വോട്ട് വാങ്ങിച്ച് ഇവരൊക്കെ ഒരുമിച്ച് വന്ന് ബി.ജെ.പിയെ ഈ ഇവിടെ കിട്ടിയിട്ടുള്ള ജനങ്ങളുടെ ഒരു മാൻഡേറ്റ് ഉണ്ടല്ലോ അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആളുകൾ ഈ പറയുന്ന മാങ്കൂട്ട മുന്നണി ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കും. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ഇവിടെ മാൻഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവരെല്ലാവരും കൂടിയിട്ട്, ഇവരൊക്കെ വെവ്വേറെയാണല്ലോ മത്സരിച്ചത്, വേറെ വേറെ പ്രകടന പത്രിക, വേറെ വേറെ സ്ഥാനാർത്ഥികൾ, വേറെ വേറെ ചിഹ്നങ്ങൾ, ഇവരെല്ലാം ഒരുമിച്ച് വന്ന് ഈ പറയുന്ന മാങ്കൂട്ട മുന്നണികൾ, അതായത് ഈ ക്രിമിനൽ മാഫിയകൾ, ബലാത്സംഗ കേസിലെ പ്രതികൾ, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഒരു ഗ്രൂപ്പ് ഈ പറയുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അത് പൊതുജനങ്ങളുടെ മുമ്പാകെ അത് തുറന്നു കാണിക്കും. എന്തായാലും ബി.ജെ.പി. ഇതിനെ പ്രതിരോധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്തരം ചർച്ചകൾ ഒന്നും തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടുമില്ല. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും ആരായിരിക്കും പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷൻ എന്നറിയാൻ. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.